അങ്ങയുടെ സംഘടനയ്ക്ക് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റു. ഇപ്പോൾ CPM പ്രതിനിധി ശ്രീ PK ഗോപൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എനിക്കും തിരിച്ചടിയേറ്റിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇന്നലത്തെ നിലപാടിൽ നിന്നും. പക്ഷേ പ്രതികൾ പുറത്തേക്കിറങ്ങുന്നു. ഇന്നിപ്പോൾ ഒന്നാം പ്രതി പുറത്തേക്കിറങ്ങുന്നു. പക്ഷേ പുറത്തേക്കിറങ്ങിയാലും നേരെ ED പിടിച്ച് അകത്തിടും എന്നുള്ളൊരു വിവരമാണ് കേൾക്കുന്നത്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ED ആണോ ഇനി പ്രധാന റോൾ എടുക്കാൻ പോകുന്നത്? അനിൽ വിളയിൽ പ്രതി പറഞ്ഞതിനകത്ത് വസ്തുതാപരമായ ഒരു പിശകുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നടക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുന്നില്ല എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, വേറൊരു കാര്യം കൂടി കോടതി പറഞ്ഞു കേട്ടോ ശ്രീ അനിൽ വിളയിൽ. ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയ ആളും കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് അതിനകത്ത് ഒരു സെന്റൻസിന്റെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ച OPയിലെ ഒരു പാർട്ടി ഞാനായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന് വേണ്ടി ഹൈക്കോടതിയിലെ റിട്ട് ഫയൽ ചെയ്തത് ഞാൻ ഒപ്പിട്ടാണ്. അതിനകത്തെ ഒരു കാര്യം സ്മൃതി പറഞ്ഞത് തെറ്റാണ്. ഇത്തരത്തിലുള്ള സില്ലി കാര്യങ്ങളുമായി ഹൈക്കോടതിയിൽ വരരുത് എന്നൊരു പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വായിൽ നിന്നുണ്ടായിട്ടില്ല. അത് തെറ്റിദ്ധരുത്തേണ്ട ഒരു ഭാഗം തന്നെയാണ്. അപ്രകാരം ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിന് കിട്ടിയതിനെ പറ്റി എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ കേസിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് നോക്കിയതിനു ശേഷം മാർച്ച് മാസത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അതുവരെയുള്ള നിലവാരം പരിശോധിച്ചിട്ട് ചെയ്യാം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും VHPക്ക് വേണ്ടി ഞാനും തന്ത്രി സമാജവും ഫയൽ ചെയ്ത OPക്കകത്ത് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ബഹുമാനപ്പെട്ട ശ്രീ PK ഗോപനും അബിൻ വർക്കിയും പറഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു മൂന്നാംകിട പാരടിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് അബിൻ വർക്കിയുടെ പാർട്ടി ചോദിക്കും പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് അവർ ചോദിച്ചത് അവർ പറയുന്ന ഉത്തരം എന്താണ്? LDF ആണ്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് PK ഗോപന്റെ പാർട്ടി ചോദിച്ചിട്ട് അവർ പറയുന്ന ഉത്തരം എന്താണ്? UDF ആണ്. ഇതിനകത്ത് അബദ്ധം പറ്റി നിരാശരായിരിക്കുന്നത് ആരപ്പ എന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം തന്നെയാണ്. കാരണം ഇത് എപ്രകാരം വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ ഒക്കും എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തുകയാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. ഇതിനകത്ത് SITയെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ട് തന്നെയുണ്ട്. ഈ കേസിനകത്ത് SIT ഒരു പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അവരുടെ മെല്ലപ്പോക്ക് രാഷ്ട്രീയപരമായി ഇടപെടിയിൽ കൊണ്ടാണ് എന്ന് പൊതുസമൂഹം വിശ്വസിച്ചാൽ അതിനെ തെറ്റു പറയാൻ സാധിക്കില്ല. നമ്മൾ ശ്രദ്ധിക്കുക, ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഈ കേസിനകത്ത് തുടക്കം തൊട്ട് തന്നെ ഈ വാസു ആയിക്കൊള്ളട്ടെ പത്മകുമാർ ആയിക്കൊള്ളട്ടെ ആദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങൾ കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണ്, ഞങ്ങൾ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് ചെമ്പുപാളി എന്നാണ് വാസു ഉൾപ്പെടെയുള്ള വ്യക്തികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 98, 99 കാലയളവിൽ വിജയ് മല്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം പൂശിയതിന് നാളിതുവരെ ഒരു തെളിവ് സംഘടിപ്പിക്കാൻ SITക്ക് നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളിടത്ത് SITയുടെ പരാജയം തുടങ്ങിയാണ്. രണ്ടാമത്തെ ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ 31 വർഷമായി ക്രിമിനൽ കേസുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. അതിനകത്തെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഉണ്ട്. ഒരു റിക്കവറി പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ ഇതുവരെ SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളിടത്ത് പരാമർശമുണ്ട്. ഏകദേശം 4.5 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടതെന്നാണ് SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ. ഏകദേശം 400 ഗ്രാം സ്വർണം മാത്രമാണ് നാളിതുവരെ റിക്കവർ ചെയ്തിട്ടുള്ളത്. ആ 400 ഗ്രാം ശബരിമലയിൽ നിന്ന് മോഷണം പോയ അതേ സ്വർണത്തിന്റെ ഭാഗം തന്നെയാണോ എന്നുള്ളതിനെ പറ്റി നാളിതുവരെ ഒരു അന്വേഷണം നടത്താൻ SITക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ തെളിവ് കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇത്ര വിവാദമായ കേസ് നടക്കുകയല്ലേ ശ്രീ അനിൽ വിളയിൽ? എന്തോ PSSCയിൽ പരിശോധന നടക്കുകയല്ലേ? രണ്ടാമത്തെ പരിശോധന നടക്കുകയല്ലേ? അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ? ഞാൻ നാളിതുവരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അടുത്തത്, ഇത്ര വിവാദമായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേസിൽ ഇത്രമാത്രം സാക്ഷികളെ ചോദ്യം ചെയ്തു, മൊഴികൾ എടുത്തു. ഏതെങ്കിലും ഒരു സാക്ഷിയുടെ മൊഴി ക്രിമിനൽ നടപടി പഴയ CRPC 164 പ്രകാരം ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തി ഭാവിയിൽ ഈ കേസിന് കൃത്യമായ വിചാരണയിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ടോ? അത് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത കാര്യമുണ്ട്. ഇതിനകത്തെ ഏകദേശം 8-9ഓളം പ്രതികള് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം അല്ലെങ്കിൽ ഈ കേസിന്റെ ജാമ്യം വിജിലൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് പോയത്. ആ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രതികളുടെ കേസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വരുമ്പോൾ സർക്കാർ പ്രോസിക്യൂഷന് അനുവാദം കൊടുക്കണം. അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ധാരാളം ലാക്കുണകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും വിലയിരുത്തുന്ന ഒരു വസ്തുതയാണ്. അതിനുശേഷം സ്മൃതി ചോദിച്ച ചോദ്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരു നിരാശയും ഉണ്ടായിട്ടില്ല.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ ഇടപെടുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുന്നതെന്ന് വളരെ കൃത്യമാണ്. ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള പോലീസ് സംവിധാനം അന്വേഷിക്കുകയായിരുന്നുവെങ്കിൽ യാതൊരു വിധമായ അന്വേഷണവും നടക്കില്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ചെറിയൊരു നിസ്സാര വ്യക്തിയൊന്നുമല്ല. അതായത് SITക്ക് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ വാദം VHP സ്വീകരിക്കുന്നില്ല അല്ലെ? അങ്ങനെ ഒരു വാദം നിങ്ങൾക്ക്? അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ സ്വാധീനമുണ്ട്, പൂർണ്ണമെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ നോക്കൂ, അദ്ദേഹം പുറത്തിറങ്ങിയതല്ല, അദ്ദേഹത്തിനെ SITയും കേരളത്തിലെ ഇടത് സഖ്യവും പുറത്തേക്ക് ഇറക്കിയതാണ്. അതാണ് വാസ്തവം. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള സോണിയയുടെ വീട്ടിൽ കയറി ചെന്ന് അവരുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കാനും അവർക്ക് സമ്മാനം കൊടുക്കാനും കഴിവുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ സാഹചര്യവും അനുവാദവുമുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇത് അട്ടിമറിക്കപ്പെടും. ഇന്നലെ നമ്മൾ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നിസ്സാരമായിട്ട് എടുക്കാൻ സാധിക്കില്ല. ഈ കേസിൽ കുറ്റാരോപിതരായ ചില വ്യക്തികളുണ്ട്. കേരളത്തിലെ ആ കാലത്തെ ദേവസ്വത്തിന്റെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംശയമുനയിൽ നിൽക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തിറങ്ങി കഴിയുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കയറരുതെന്ന് മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഉള്ളൂ. അല്ലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഒപ്പിടണമെന്നും വ്യവസ്ഥയുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ നാളിതുവരെ താങ്കളെ എന്തൊക്കെ ചോദ്യം ചെയ്തു, താങ്കൾ ഞങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മറുപടികൾ കൊടുത്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ കേരളത്തിലെ ഈ കടകംപള്ളി സുരേന്ദ്രനും CPM-നും ഒക്കെ നിസ്സാരമായിട്ട് സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു തിരക്കഥ ഉണ്ടാവാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തിരക്കഥയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇനി ഈ കേസ് മുമ്പോട്ട് പോകുന്നത്. അത് കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് ഇത് SIT ചവിട്ടി പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ആദ്യം ഒരു സംശയം ഉണ്ടാക്കിയത്. ഇത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ലോബിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് ആരാണ് ആദ്യം സൂചിപ്പിച്ചത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കേരളത്തിലെ SITയുടെ ഒരു അന്വേഷണം കൊണ്ട് നടക്കില്ല. ഇതിന്റെ റൂട്ട് മാപ്പ് പമ്പയുണ്ട്, അടൂരുണ്ട്, ആറ്റിങ്ങലുണ്ട്, തിരുവനന്തപുരമുണ്ട്, ഡൽഹിയുണ്ട്, കോയമ്പത്തൂരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സൗകര്യം SITക്ക് ഇല്ല, മിടുക്കുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് CBI പോലെയുള്ള ഒരു ഏജൻസി ഇതിന്റെ അന്വേഷണം നടത്തി കൃത്യമായ റൂട്ട് മാപ്പ് തയ്യാറാക്കി കൃത്യമായ അല്ല വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സ്മൃതി പറയുന്നത് തെറ്റാണ്. നമുക്ക് കാത്തിരിക്കാം. മാർച്ച് മാസത്തിലെ ഒരു തീയതി പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം വരെ നമുക്ക് കാത്തിരുന്നിട്ട് ആ സമയത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. നിങ്ങളടക്കമുള്ള സംഘടനകളോട് നിസ്സാര കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതോ? അങ്ങനെ പറഞ്ഞിട്ടില്ല സ്മൃതി. ഞാൻ ഇന്നലത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ അഭിഭാഷകനോടും ബാക്കി സംഘടനകളുടെ അഭിഭാഷകരോടും നേരിട്ട് ചോദിച്ചതാണ്. അപ്രകാരം ഒരു പരാമർശമേ നടത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വൈകാരികമായിട്ട് പ്രതികരിച്ചു. ഞങ്ങളെ സംശയിക്കുകയാണോ, പ്രതികൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെടും, നിങ്ങൾ സീ ആൻഡ് വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാത്തിരുന്നാൽ ഇതിന് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണി ഇതിന്റെ അകത്ത് ചവിട്ടി പിടിക്കുന്നുണ്ട്. അവരുടെ അന്വേഷണത്തിന് ചവിട്ടി പിടിച്ചുകൊണ്ട് ഇത് ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിയുണ്ടാകും. ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഈ PK ഗോപൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഗ്രാവിറ്റി. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും തീവ്രത എന്നൊരു വാക്കുണ്ട്. ബലാത്സംഗ കേസാണെങ്കിലും മോഷണമാണെങ്കിലും തീവ്രത നോക്കിയാണ് അവർ വിലയിരുത്തുന്നത്. ഒരു മോഷണം നടന്നു, കള്ളം നടന്നു, ഒരു ചെറിയ പരാമർശം നടത്തിയതിനാണ് പയ്യന്നൂരിലെ ഒരാളിനെ പുറത്താക്കിക്കൊണ്ട് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നത്. പക്ഷേ മോഷണം നടത്തി 90 ദിവസമായി ജയിലിൽ കിടക്കുന്ന ഈ പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം കള്ളന് ഇപ്പോഴും തീവ്രത കുറഞ്ഞ മോഷണം നടത്തിയെന്നാണ് ശ്രീ PK ഗോവൻ പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അയാളെ കുറ്റവാളിയായിട്ട് ഞങ്ങൾ പറയുന്നില്ല, അയാൾ തീവ്രത കുറഞ്ഞ എന്തോ ഒരു കുഴപ്പമേ മാത്രമേ ചെയ്തുള്ളൂ. ഇതാണ് CPM-ന്റെ ഇരട്ടത്താപ്പ്. ഒരു കാര്യം കൂടെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹൈക്കോടതിയെ എപ്പോഴും പുണ്യവാളന്മാരായിട്ട് ചിത്രീകരിക്കുന്നവരാണോ? ഇവർക്കെതിരായിട്ട് ഏതെങ്കിലും റിമാർക്സ് ഉണ്ടായാൽ അവരതിനെ ശക്തിയുക്തം ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഈ ഹർത്താൽ നിരോധിച്ചിട്ടുള്ള ആ നിയമം അല്ലെങ്കിൽ ആ ഉത്തരവിനെ മോശമായിട്ടാണ് നിഷേധിച്ചിട്ടില്ലല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.